Hey, hello and welcome to Anais Academy. Welcome to another session of daily news analysis. 6th June 2024 വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇൻ മെയിൻസ് പെർസ്പെക്റ്റീവ്, ഇമ്പാക്ട് ഓഫ് കോalition ഗവൺമെന്റ് ഓൺ ഗവേണൻസ്, ഇഷ്യൂ ഓഫ് വീറ്റ് ഇമ്പോർട്ട് ബൈ ഇന്ത്യ, shift in cropping patterns, and finally, role and influence of proxy advisory firms in India. And in prelims perspective, Playstar and Mount Canlon. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആർട്ടിക്കിൾസ് ഒന്നും നമ്മൾ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് പോലത്തെ ആർട്ടിക്കിൾസ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈമിറ്റിൽ നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ലൈമിറ്റിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസേക്ക് നോക്കാം. ഇമ്പാക്ട് ഓഫ് കോalition ഗവൺമെന്റ് ഓൺ ഗവേണൻസ്. അപ്പൊ നമുക്കറിയാം, റീസെന്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു സിംഗിൾ പാർട്ടി മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് ഫോർ എ കോalition ഗവൺമെന്റ്, നമുക്കൊരു കോalition ഗവൺമെന്റ് മാത്രമേ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കൂ. ജിഎസ്പി 2മായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ആർട്ടിക്കിളിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു കോalition ഗവൺമെന്റ് കൊണ്ടുള്ള ഇമ്പാക്ട് എന്നുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും അറിയാം, ഘടകകക്ഷികളെ ചേർത്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് കോalition ഗവൺമെന്റ് എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. സോ വാട്ട് ഇസ് ദ ഇമ്പാക്ട് ഓഫ് കോalition ഗവൺമെന്റ് ഓൺ ഗവേണൻസ്? അപ്പം ഈ ഇത്തരത്തിലുള്ള കോalition ഗവൺമെന്റ് കൊണ്ടുള്ള ഇമ്പാക്ട്സുകളാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ കോalition ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് ഗവേണൻസ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. എഫക്റ്റീവ് ഗവേണൻസ് കൊണ്ടുവരാൻ കോalition ഗവൺമെന്റിന് സാധിക്കും. കാരണം മേജർ ആയിട്ടുള്ള എക്കണോമിക് റീഫോംസ്, ഇൻ പാസ്റ്റ് ഇൻസിഡൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള എക്കണോമിക് റീഫോംസുകൾ കൂടുതലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കോalition ഗവൺമെന്റുകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവൻ ടോ ഡെസ്പൈറ്റ് ഇനി ഘടകകക്ഷികൾ തമ്മിലുള്ള കൺസേൺസ്, പൊളിറ്റിക്കൽ മിസ്മാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സിംഗിൾ പാർട്ടി റൂളിനെക്കാട്ടും വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റീഫോംസുകൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എക്കണോമിക് റീഫോംസുകളായിരിക്കും ഒരു കോalition ഗവൺമെന്റ് കൊണ്ടുവരുന്നത് എന്നായിരുന്നു ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റീഫോംസ്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റീഫോംസ്, ഫോർ എക്സാമ്പിൾ ടാക്സേഷൻ, അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് തുടങ്ങിയിരിക്കുന്ന മേഖല, പാസ്റ്റ് ഇൻസിഡൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം മേഖലകളിലൊക്കെ കൂടുതലും അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള ടെക്നോളജീസോ അല്ലെങ്കിൽ ഡെവലപ്മെന്റോ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള കോalition ഗവൺമെന്റുകളാണ്. നമുക്ക് പാസ്റ്റ് ഇൻസിഡൻസ് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മുന്നേ ഉണ്ടായിരുന്ന കോalition ഗവൺമെന്റുകൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഡൊമസ്റ്റിക് എക്കണോമിക് റീഫോംസുകൾ കൊണ്ടുവന്നത്. സോ നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 1991 നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്ന കോalition ഗവൺമെന്റുകൾ 1991 നരസിംഹറാവു ഗവൺമെന്റ്, 1996 ആൻഡ് 1998 യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെന്റ്, അടൽ ബിഹാരി വാജ്പേയിയുടെ NDA ആൻഡ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. സോ ഇതൊക്കെയായിരുന്നു നമുക്ക് പാസ്റ്റ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കോalition ഗവൺമെന്റുകൾ. ഇവർ കൊണ്ടുവന്ന ചെറിയ ഇനീഷ്യേറ്റീവ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നരസിംഹറാവു ഗവൺമെന്റ് കാലഘട്ടത്തിൽ നമുക്കറിയാം LPG റീഫോംസ്, ലിക്വിഡ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ റീഫോംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മേജർ എക്കണോമിക് റീഫോംസ് ആയിരുന്നു അത് കൊണ്ടുവന്നത് നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ കൂടുതൽ ലിബറലൈസ് നമ്മുടെ എക്കണോമി, ഒരു ക്ലോസ്ഡ് എക്കണോമിയിൽ നിന്ന് കൂടുതൽ ലിബറലൈസ്ഡ് എക്കണോമിയിലേക്ക് മാറുകയും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ ഡീറെഗുലേഷൻസ്, അതുപോലെ തന്നെ ട്രേഡ് ഓപ്പണിങ്, ഗ്ലോബൽ ട്രേഡ് ഓപ്പണിങ്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, അതുപോലെ സെക്യൂരിറ്റി മാർക്കറ്റ് ഓപ്പണിങ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലായിരുന്നു. അപ്പം LPG റീഫോംസ് ആയിരുന്നു ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ. എന്നിരുന്നാൽ പോലും ആ ഒരു കോalition ഗവൺമെന്റിൽ ഇന്റേണൽ ഡൊമസ്റ്റിക് എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ എക്കണോമിക് അഡ്വാൻസ്മെന്റിന് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസുകളായിരുന്നു അവർ ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്നിട്ടുള്ള ഈ യുണൈറ്റഡ് ഫ്രണ്ട് ഗവേണൻസിന്റെ കാലഘട്ടത്തിൽ അവർ ഡീമെറ്റീരിയലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ്. അപ്പൊ ഡീമെറ്റീരിയലൈസേഷൻ ഷെയർ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ നിലവിൽ അറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ആളുകളാണ്, നമുക്ക് പലതരത്തിലുള്ള ഷെയറുകൾ നമ്മൾ ബൈ ചെയ്യും. അപ്പോൾ ഷെയറുകൾ എങ്ങനെയാണ് ബൈ ചെയ്യുന്നത്? ബേസിക്കലി ഷെയർ ബൈ ചെയ്യുന്നത് നമ്മുടെ അടുത്തൊക്കെ ഒരു ക്യാഷ് ഉണ്ടായിരിക്കും. ഈ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഷെയർ ബൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ മെറ്റീരിയൽ, ദാറ്റ് മീൻസ് നമ്മുടെ മണി, നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ് നമ്മൾ എന്താക്കി മാറ്റാണ് ചെയ്യുന്നത്? ഒരു മെറ്റീരിയൽ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഈ മെറ്റീരിയലിനെ തിരിച്ച് ഞാൻ മണിയാക്കി മാറ്റുന്നതിനാണ് ഡീമെറ്റീരിയലൈസ് ചെയ്യുന്നത്. അപ്പം ഈ ഷെയറുകൾ ഞാൻ ഡീമെറ്റീരിയൽ ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിലേക്ക് കൂടുതൽ ഫണ്ട് ഫ്ലോ ഉണ്ടായിരിക്കുകയും ഈ ഫണ്ട് ഫ്ലോ കൂടുതൽ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാവും. ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും. ഈ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്?
നമ്മൾ കൂടുതൽ കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് ഗവൺമെന്റിന്റെ എക്കണോമിക് ആക്ടിവിറ്റീസുകൾ ബൂസ്റ്റ് ആവുന്നതാണ്. അപ്പൊ യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഈ ഒരു ഡീമെറ്റീരിയലൈസേഷൻ അതുപോലെ തന്നെ ഇൻകം ടാക്സ് റേറ്റുകളൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡീമെറ്റീരിയലൈസേഷൻ ചെയ്യുക, അതുപോലെ തന്നെ ഇൻകം ടാക്സ്. അപ്പൊ ഇൻകം ടാക്സ് കുറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ടാക്സ് റേറ്റുകൾ കുറക്കുക ഏത് സമയത്തായിരിക്കും? നമുക്ക് ഇൻഫ്ലേഷൻ റേറ്റുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാക്സ് റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. സോ അതൊക്കെ ഈ ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒരു ടാക്സ് റേറ്റുകളും ഇൻഫ്ലേഷനും നോക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന റീഫോംസുകളാണ് നോക്കുന്നത്. ഇനി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്കണോമിക് റീഫോംസ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ടെലി കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് ഒക്കെ NDA കാലഘട്ടത്തിലായിരുന്നു. യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിന്റെ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന കുറച്ച് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് ടെലികോം ലിബറലൈസേഷൻ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ആധാർ, അതുപോലെ തന്നെ UPI തുടങ്ങിയിരിക്കുന്ന പോളിസീസ്, അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ, RTI ആക്ട് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, ഇത്തരം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് UPI ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലായിരുന്നു. സോ വാട്ട് ആർ ദ അച്ചീവ്മെന്റ്സ് ഓഫ് സിംഗിൾ പാർട്ടി റൂൾ? അപ്പൊ ഇനി സിംഗിൾ പാർട്ടി റൂളിന്റെ അതിൽ അച്ചീവ്മെന്റ് എന്തായിരിക്കും? അപ്പൊ സിംഗിൾ പാർട്ടി റൂളിൽ വരുന്ന സമയത്ത് ലാസ്റ്റ് ഡിക്കേഡ് നമുക്കറിയാം സിംഗിൾ പാർട്ടി റൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് മേജർ റീഫോംസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം എസ്പെഷ്യലി ഇൻ ലോങ് ടേം പെർസിസ്റ്റൻസിനാണ് സിംഗിൾ പാർട്ടി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ലോങ് ടേം പെർസിസ്റ്റൻസ് വെച്ചാൽ ലോങ് ടേമിലേക്ക് ഇപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ബാങ്ക്രപ്റ്റൻസി, അപ്പൊ ഇന്ത്യയുടെ പാപ്പരാധിസം കുറക്കുക, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ഡീക്കേൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലോങ് ടേം, ഒരു ഷോർട്ട് ടേം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റോ അല്ലെങ്കിൽ നല്ല ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രശ്നം കാണിക്കുന്നതിന് പകരമായിട്ട് ഒരു ലോങ് ടേം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരുന്നു അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് ഇന്റേണൽ എക്കണോമിക് റീഫോംസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. GST പോലെയുള്ള റീഫോംസുകൾ അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതായിരുന്നു. ഓക്കെ, അപ്പം ഒരു സിംഗിൾ പാർട്ടി റൂൾ ആണെന്നുണ്ടെങ്കിൽ പോലും മേജർ ആയിട്ടുള്ള റീഫോം. അപ്പൊ എന്താണ് ഇതിന്റെ കൺക്ലൂഷൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ പാർട്ടി റൂളിൽ വരുന്ന സമയത്ത് ഒരു ലോങ് ടേം എക്കണോമിക് റീഫോംസുകൾ ആണെന്നുണ്ടെങ്കിൽ കോalition ഗവൺമെന്റ് വരുന്ന സമയത്ത് എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഘടകകക്ഷികളിലെ ഓരോ മന്ത്രിസ്ഥാനം ലഭിക്കുന്ന ആളുകള് അവരുടേതായിട്ടുള്ള ഏരിയാസിനകത്ത് സ്ട്രെങ്തൻ ചെയ്യാനും അവർക്ക് ഇൻ ഫ്യൂച്ചറിൽ ഇനി കൂടുതൽ ജയം കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, അവർ കൂടുതലും അവരുടെ മന്ത്രിസഭയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഏതാണോ മിനിസ്റ്ററിയൽ ഏരിയാസ് വരുന്നത് അവിടെ കൂടുതൽ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് അവർ കൊണ്ടുവരാൻ ശ്രമിക്കും. അത് ഓട്ടോമാറ്റിക്കലി ഇന്ത്യയുടെ ഇന്റേണൽ ഡൊമസ്റ്റിക് എക്കണോമിക് റിഫോംസിന് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഓക്കെ, സോ അത് മാത്രം നമുക്ക് അറിയുന്നത് ജസ്റ്റ് എന്താണ് കോalition ഗവൺമെന്റ് എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇഷ്യൂ ഓഫ് വീറ്റ് ഇമ്പോർട്ട് ബൈ ഇന്ത്യ, GS പേപ്പർ 3യുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. സോ എന്താണ് ഇന്ത്യയിലുള്ള വീറ്റ് ഇമ്പോർട്ട് എന്നുള്ളത്? GS പേപ്പർ 3 എക്കണോമി, ട്രാൻസ്പോർട്ട് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ വീറ്റ് ഇമ്പോർട്ട് എന്താണ്? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഗവൺമെന്റ് ഏകദേശം നിലവിൽ 44% ഗവൺമെന്റ് വീറ്റിന് ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഗവൺമെന്റ് കുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ എന്തിനാണ് ഗവൺമെന്റ് ഇത് കുറക്കാൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ ഇന്റേണൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ വീറ്റിന്റെ സപ്ലൈ കുറവാണ്. അതായത് നമ്മുടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫാമേഴ്സ് ഡൊമസ്റ്റിക്കലി നമുക്ക് പ്രൊക്യൂർ ചെയ്യുന്ന ഡൊമസ്റ്റിക്കലി നമുക്ക് സപ്ലൈ വീറ്റിന്റെ സപ്ലൈ വളരെ കുറവാണ്. ഇപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമുക്ക് വീറ്റ് ആവശ്യമായിട്ടുണ്ട്. വീറ്റ് നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്റ്റേബിൾ ഫുഡാണ്. ഒരുപാട് പേര് കൺസ്യൂം ചെയ്യുന്നതാണ് വീറ്റ്, അല്ലെ? ഗോതമ്പ് ഒരുപാട് പേര് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് വീറ്റാണ്. വീറ്റ് അത്രത്തോളം അധികം മാർക്കറ്റിൽ നമുക്ക് വീറ്റ് ആവശ്യമായിട്ടുണ്ട്. ബട്ട് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് വീറ്റ് നമുക്ക് ലഭിക്കുന്നില്ല. ഓൾറെഡി അവിടെ ഇമ്പോർട്ടിൽ വന്നിരിക്കുന്ന പ്രൊഡക്റ്റുകൾ അവിടെ നിലവിലുണ്ട്. അപ്പം ഗവൺമെന്റിന്റെ ബഫർ സ്റ്റോക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റോക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടോ 44% ഇമ്പോർട്ട് ഡ്യൂട്ടി ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീറ്റിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറക്കാൻ ശ്രമിക്കാം. സോ അങ്ങനെ നമുക്ക് കൂടുതൽ മാർക്കറ്റിലേക്ക് വീറ്റ് ഇറക്കുമതി ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം ഇവിടെ സപ്ലൈ സൈഡ്, ഫാമേഴ്സിന്റെ കാര്യത്തിലുള്ള സപ്ലൈ സൈഡ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിലവിലുള്ള കറണ്ട് സിറ്റുവേഷനിൽ കറണ്ട് സ്റ്റാറ്റസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന MSPനെക്കാട്ടും വളരെ ഹൈ റേറ്റിലാണ് നിലവിലുള്ള റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഏകദേശം മധ്യപ്രദേശ് പോലത്തെ ഏരിയാസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3000 പെർ ക്വിന്റലാണ്
നിലവിലുള്ള വീറ്റിന്റെ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന MSP വെച്ച് 2275 രൂപയാണ്. ദാറ്റ് മീൻസ് ആ ഒരു ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസിനെക്കാട്ടും ഹയർ പ്രൈസിലാണ് നമ്മൾ വീറ്റ് വാങ്ങുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി ഫുഡ് ഇൻഫ്ലേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു 44% ഇമ്പോർട്ടന്റ് ഡ്യൂട്ടിയിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് കൂടുതൽ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സപ്ലൈ സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് റേറ്റ് കുറക്കാൻ പറ്റും. അതാണ് ഗവൺമെന്റ് ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വീറ്റിന്റെ പ്രൈസ് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട്. സോ വൈ മൈറ്റ് ഇന്ത്യ കൺസിഡർ ഇമ്പോർട്ടിംഗ് വീറ്റ്? ഇന്ത്യ എന്തിനാണ് ഈ വീറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വീറ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ ഒരു വർഷം ഏകദേശം ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യ പ്രൊക്യൂർ ചെയ്ത് 8.5 മില്യൺ ടൺസ് ഓഫ് വീറ്റ് ആണ് ഇന്ത്യ ഈ ഒരു വർഷം പ്രൊക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഇന്ത്യ പ്രൊക്യൂർ ചെയ്തിരിക്കുക ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പ്രൊക്യൂർ ചെയ്ത കാര്യം 10 മില്യൺ ടൺസ് ആണ് വീറ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് പ്രൊക്യൂർ ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഇയറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീറ്റിന്റെ പ്രൊഡക്ഷൻസ് കുറവാണ്. അപ്പൊ ഇന്ത്യയുടെ കയ്യിൽ ഇപ്പം നിലവിൽ എത്രയുണ്ട്? 8.5 മില്യൺ ടൺസ് ഓഫ് വീറ്റ് ഉണ്ട്. അപ്പൊ ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ ഓപ്പൺ മാർക്കറ്റ് സെയിൽസിലൂടെ ഇത് എന്ത് ചെയ്യും? മാർക്കറ്റിലേക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം മറ്റൊരു മെത്തേഡിലല്ലാതെ ഡയറക്ട്ലി മാർക്കറ്റിലേക്ക് എത്തിക്കുക. കാരണം ഡയറക്ട്ലി മാർക്കറ്റിൽ എത്തിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി ഇതിന്റെ പ്രൈസ് പെട്ടെന്ന് തന്നെ കൂടും. അപ്പൊ മറ്റ് മീൻസിൽ മാർക്കറ്റിൽ എത്തുന്നതിനെക്കാട്ടും പെട്ടെന്ന് ഓപ്പൺ മാർക്കറ്റ് സെയിലൂടെ വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിലേക്ക് വീറ്റ് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വീറ്റിന്റെ പ്രൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫുഡ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വീറ്റിന്റെ പ്രൈസിൽ ഇൻഫ്ലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓവറോൾ പ്രൊഡക്ഷൻ റിപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2.4% അടുത്ത് വരെ ഇന്ത്യയിലെ പ്രൊഡക്ഷൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പോലെ നമ്മുടെ വീറ്റിന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ വീറ്റിന്റെ ഡിമാൻഡിന് അത്ര അനുസരിച്ചിട്ടുള്ള വീറ്റ് ഫാർമേഴ്സിനെ നമുക്ക് കിട്ടിയിട്ടില്ല. 2.4 മില്യൺ ടൺസിന്റെ അടുത്ത് വരെ ഇൻക്രീസ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഡിമാൻഡ് ചിലപ്പോൾ ഇവിടെ കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഗവൺമെന്റ് സ്ട്രാറ്റജി എന്തായിരിക്കും? ഓക്കെ, സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യുന്ന നമുക്ക് ലോങ് ടേം സൊല്യൂഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പം എന്തായിരിക്കും ഗവൺമെന്റിന്റെ ലോങ് ടേം സൊല്യൂഷൻസ്? സോ നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി. എന്താണ്? ഓപ്പൺ മാർക്കറ്റ് സെയിലിലൂടെ കൂടുതൽ വീറ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ആർ ദ ലോങ് ടേം സൊല്യൂഷൻസ്? ലോങ് ടേം സൊല്യൂഷൻ എന്താണ്? ഇൻക്രീസ് ദ വീറ്റ് ഈൽഡ്. അപ്പൊ വീറ്റിന്റെ നിലവിലുള്ള ഒരു ഈൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.7 to 3.8 ടൺസ് പെർ ഹെക്ടർ ആണ്. ഇത് മാറ്റി ഏകദേശം 5 ടൺസ് പെർ ഹെക്ടർ വരെ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിരിക്കണം. നമ്മൾ ചൈന, മെക്സിക്കോ പോലെയുള്ള രാജ്യങ്ങളുടെ ആവറേജ് 6 ടൺസ് പെർ ഹെക്ടർ ആണ് അവര് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ അറ്റ്ലീസ്റ്റ് 5 ടൺ പെർ ഹെക്ടർ എങ്കിലും ഇവിടെ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിരിക്കണം. ഓക്കെ, പിന്നെ അഗ്രികൾച്ചർ ചലഞ്ചസുകൾ. ദാറ്റ് മീൻസ് വീടിന്റെ മറ്റൊരു പ്രത്യേകത വീട് അതുപോലെ തന്നെ പെസ്റ്റ് കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസുകൾ. അപ്പം വീഡ് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ഏറ്റവും താഴെ ഉണ്ടാകുന്ന ഗ്രോത്ത് ആണ്. പെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ജീവികളാണ്. അപ്പം ഈ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വീറ്റിന്റെ ഈൽഡ് അറൌണ്ട് 20 to 30% ഇൻക്രീസ് ചെയ്യണം. അപ്പം ഇതിന് കൂട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സബ്സിഡി അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഈ ചലഞ്ചസ് അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഫെർട്ടിലൈസർ സപ്ലൈയോ കാര്യങ്ങളോ നൽകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീറ്റിന്റെ ഈൽഡ് ഏകദേശം 20% മുതൽ 30% വരെ നമുക്ക് വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഈ വീഡ് ആൻഡ് പെസ്റ്റ് കൺട്രോളുകൾ നമ്മൾ അഡിക്വേറ്റ്ലി മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വീറ്റ് വെറൈറ്റീസ് നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചിട്ട് അതിനെ റെസിസ്റ്റന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വീടിനെ റെസിസ്റ്റ് ചെയ്യുന്നത്, പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് വീറ്റിന്റെ വെറൈറ്റീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇത്ര ക്ലൈമറ്റ് ചേഞ്ചുകൾ വന്നാൽ പോലും വീട്ടിൽ ഉണ്ടാവുന്ന നഷ്ടം നമുക്ക് ഒരു പരിധി വരെ കുറക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് നമ്മൾ യൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയുമാണ് നമുക്ക് ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ ഫ്രം ദ ബിസിനസ് സ്റ്റാൻഡേർഡ് ഓർ ദ ഇന്ത്യൻ എക്സ്പ്രസ്. സോ ദ സെയിം ആർട്ടിക്കിൾ ആണ് ഷിഫ്റ്റിംഗ് ഇൻ ക്രോപ്പിംഗ് പാറ്റേൺ. അപ്പം നമ്മൾ അഗ്രികൾച്ചറെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ തന്നെയാണ് ഡിസംബർ 3. സോ ഈ ഒരു ആർട്ടിക്കിൾ പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ മൺസൂൺ ആയിരിക്കും ഈ ഒരു വർഷം എന്നാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പം സ്റ്റേറ്റ് ലൈക്ക് പഞ്ചാബ് ആൻഡ് ഹരിയാന ഒരുപാട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ കാണുന്നുണ്ട്.
അപ്പൊ മൺസൂൺ കാലഘട്ടത്തിൽ മാത്രം കൃഷി ചെയ്യുന്ന ക്രോപ്പിനാണ് നമ്മൾ ഖാരിഫ് ക്രോപ്സുകൾ എന്ന് പറയുന്നത് മൺസൂൺ കാലഘട്ടത്തിൽ. അപ്പൊ പഞ്ചാബ്, ഹരിയാന പോലത്തെ സ്റ്റേറ്റുകൾ അവരുടെ കൃഷി രീതികൾ കൂടുതൽ ഗ്രൗണ്ട് വാട്ടറിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മൺസൂൺ വരുന്നുണ്ട് എന്നാൽ പോലും പറഞ്ഞാൽ പോലും അവർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ നെൽകൃഷി എടുക്കുന്ന സമയത്ത് നമുക്കറിയാം നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടി നിർത്തേണ്ട ആവശ്യം വരും. മഴയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ വെള്ളം അവിടെ ഉണ്ടായിരിക്കും. ബട്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ അവിടെ സാധാരണ ചെയ്യുന്നത് മഴയ്ക്ക് മുന്നേ അവർ പഞ്ചാബ്, ഹരിയാനയിൽ ഈ കൃഷി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഈ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് കൂടുതൽ കുഴൽക്കിണറിലൂടെ വെള്ളം പുറത്തേക്ക് എത്തിച്ച് ആ വെള്ളമാണ് ഫീൽഡിൽ അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻസ് എന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാടി എന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ നെല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വാട്ടർ ഗസ്ലിംഗ് ക്രോപ്പാണ്. പാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ ഗസ്ലിംഗ് ക്രോപ്പ്. എന്താണ് വാട്ടർ ഗസ്ലിംഗ് ക്രോപ്പ്? കൂടുതൽ വാട്ടർ ആവശ്യമായിട്ട് റിപ്പനിങ് ടൈമിൽ കൂടുതൽ വാട്ടർ ആവശ്യമായിട്ടുണ്ട്. സോ അതിന്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബിന് ഏകദേശം ഈ പഞ്ചാബ് ആൻഡ് ഹരിയാന സ്റ്റേറ്റുകളിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 50 ഖാരിഫ് ക്രോപ്പ്, മഴക്കാലത്ത് മൺസൂൺ സീസണിൽ ഉണ്ടാകുന്ന ക്രോപ്പിനാണ് നമ്മൾ ഖാരിഫ് ക്രോപ്പ് എന്നുള്ളത്. ആ ഖാരിഫ് ക്രോപ്പിൽ ഏകദേശം 52% ക്രോപ്പും പാഡിയാണ് ചെയ്യുന്നത്. ഖാരിഫ് ക്രോപ്പ് ഒന്നും മാത്രമല്ല, പലതരത്തിലുള്ള ക്രോപ്പുകൾ മൺസൂൺ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ക്രോപ്പുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ഏകദേശം ഫീൽഡിൽ 52% പാഡിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം നമ്മൾ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ ഡിപ്ലീറ്റ് ചെയ്യും. പഞ്ചാബിലോ അല്ലെങ്കിൽ ഹരിയാനയിലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബിൽ മാത്രമായിട്ട് ഏകദേശം 163.73%, അതുപോലെ തന്നെ ഹരിയാനയിലെ 135.74% ഗ്രൗണ്ട് വാട്ടറിന്റെ യൂസേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് ഏകദേശം 59.26% ആണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷന്റെ നാഷണൽ ആവറേജ്. ബട്ട് അതിനെക്കാട്ടും എത്രയോ കൂടുതലാണ് പഞ്ചാബിലും ഹരിയാനയിലും നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. So what environmental legislation have state governments enacted to address groundwater depletion? പഞ്ചാബിലും അതുപോലെ തന്നെ ഹരിയാനയിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന കുറച്ച് നിയമങ്ങളാണ്. പഞ്ചാബിലാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് പ്രിസർവേഷൻ ആൻഡ് സബ്സോയിൽ വാട്ടർ ആക്ട്, അതുപോലെ തന്നെ ഹരിയാനയിലാണെന്നുണ്ടെങ്കിൽ ഹരിയാന പ്രിസർവേഷൻ സബ്സോയിൽ വാട്ടർ ആക്ട് ഇറക്കിയിട്ടുണ്ട്. ബട്ട് ഇതൊന്നും എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് സാധിക്കാറില്ല. അപ്പൊ ഇതിന്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമേഴ്സിന് പാടി കൾട്ടിവേഷൻസ് കൂടുതലും മൺസൂൺ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പം നമുക്കറിയാം പാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ ഗസ്ലിംഗ് ക്രോപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ആ വെള്ളം ആവശ്യമായിട്ടുള്ള മൺസൂൺ കാലഘട്ടത്തിൽ മാത്രം ഇത് പാഡി കൾട്ടിവേറ്റ് ചെയ്യുക. അതിന് മുന്നേ ഒന്ന് കൾട്ടിവേറ്റ് ചെയ്ത് കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കാൻ നിൽക്കരുത്. മഴക്കാലം വരട്ടെ, മഴ വന്നതിന് ശേഷം മാത്രം, അല്ലാതെ അതിന് ഒരു മാസം മുന്നേ ഒന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട. അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. സോ അൺഇന്റൻഡഡ് ആയിട്ടുള്ള കോൺസിക്വൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം സ്റ്റെബിൾ ബേണിംഗ് ഒരു അൺഇന്റൻഡഡ് ആയിട്ട് കോൺസിക്വൻസ് ആണ്. കാരണം പാഡി കൾട്ടിവേഷൻ നമ്മള് നെല്ല് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചെറിയ കുറ്റികളെയാണ് നമ്മൾ സ്റ്റെബിൾസ് എന്നുള്ളത്. അപ്പൊ ഈ സ്റ്റെബിൾസ് ബേൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എയർ പൊല്യൂഷൻ ഉണ്ടാവുകയും ഈ എയർ പൊല്യൂഷൻ ആണ് ഡൽഹി NCR റീജിയനിൽ കൂടുതലും പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ചെറിയ ഫീബിൾ ആയിട്ടുള്ള വിൻഡുകളായിരിക്കും. വളരെ വലിയ വിൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു എയർ പൊല്യൂഷൻ അവിടെ നിന്ന് പോകില്ല. സോ ഡൽഹി NCR റീജിയനിലൊക്കെ കൂടുതൽ എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നതിന് മെയിൻ കാരണം ഈ പറഞ്ഞ സ്റ്റെബിൾ ബേണിംഗ് ആണ്. അപ്പം ഇവര് ഖാരിഫ് ക്രോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇപ്പൊ മറ്റേതെങ്കിലും ക്രോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഖാരിഫ് ക്രോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാലോ ഉടനെ തന്നെ ഫീൽഡ് റെഡിയാക്കാറുണ്ട്. അപ്പൊ ഫീൽഡ് റെഡിയാക്കുന്ന സമയത്തിൽ ഈ സ്റ്റെബിൾസ് ഹാർവെസ്റ്റ് ചെയ്യുന്ന സ്റ്റെബിൾസ് ഉണ്ടാവുമല്ലോ, സാധാരണ ഉഴുതുമറിച്ച് കൊണ്ടുപോകണം. അപ്പൊ എല്ലാ നിലവും ഹെക്ടേഴ്സ് കണക്കിന് നിലങ്ങൾ ഈ ഉഴുതുമറിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയ കാര്യമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അവരതിനൊക്കെ സിംഗിൾ ആയിട്ട് ഒറ്റയടിക്ക് ബേൺ ചെയ്യും. അപ്പൊ കത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ബേസിക്കലി അതൊരു വളമായി മാറുകയും ചെയ്യും. അപ്പം ഇതിനാണ് സ്റ്റെബിൾ ബേണിംഗ് എന്ന് ബേസിക്കലി പറഞ്ഞിട്ടുള്ളത്. അപ്പം നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നതിന്റെ കാരണം ഇത് സ്റ്റെബിൾ ബേണിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം ഖാരിഫ് ക്രോപ്പ് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തൊരു റാബി സീസൺ തുടങ്ങുകയാണ്. ഖാരിഫ് കഴിഞ്ഞ റാബി സീസൺ ആണ്. അപ്പൊ ഖാരിഫ് കഴിഞ്ഞ് ആ റാബി സീസണിലേക്ക് പോകുന്ന ചിലപ്പോൾ ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. ഒരു മാസത്തിൽ 10 ഹെക്ടർ സ്ഥലം നമുക്ക് ഉഴുതു മറിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് സ്റ്റെബിൾ ബേണിംഗ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഫീൽഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അവര് സ്റ്റെബിൾ ബേണിങ്സുകൾ അവർ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ why were these laws rendered ineffective? എന്തുകൊണ്ടാണ് ഈ നിയമങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന നിയമങ്ങളൊക്കെ ഇൻഎഫക്റ്റീവായി മാറുന്നത്? അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ MSP റേറ്റ് ആണ്, ഹൈ മിനിമം സപ്പോർട്ട് റേറ്റ് ഫോർ പാഡി ആൻഡ് സബ്സിഡീസ് ഇൻ ഇൻപുട്സ്. അതായത് ഇപ്പൊ പാഡി ക്രോപ്സിൽ നോക്കുന്ന സമയത്ത് നെല്ലിന് ഹൈ MSP റേറ്റ്, അതുപോലെ തന്നെ ഒരുപാട് സബ്സിഡീസ്, ഫെർട്ടിലൈസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സബ്സിഡികൾ ആയിക്കോട്ടെ, ആ സബ്സിഡീസ് ഇവിടെ വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ സബ്സിഡീസ് യൂസ് ചെയ്യുന്നത്
പാഡി കൾട്ടിവേഷന് സബ്സിഡീസ് കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫാമേഴ്സ് എന്ത് ചെയ്യും? ഫാമേഴ്സ് കൂടുതലും, കാരണം കൂടുതൽ പൈസ കിട്ടില്ല, ഗവൺമെന്റ് അടുത്ത് കൂടുതൽ MSP കിട്ടും, കൂടുതൽ സബ്സിഡികളുടെ യൂറിയയും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കർഷകർക്കും ഫാമേഴ്സും ഈ ഒരു പാഡി കൾട്ടിവേഷൻ ചെയ്യാൻ ശ്രമിക്കും. സോ പാഡി കൾട്ടിവേഷൻ സമയത്ത് എന്താണ്, കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ ഡീറ്റ് ചെയ്യും, അതുപോലെ തന്നെ കൂടുതൽ സ്റ്റെബിൾ ബേർഡിംഗ് ഉണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് തിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇവരിൽ നിന്ന്, പാഡി കൾട്ടിവേഷനിൽ നിന്ന് ഫാമേഴ്സിന് മറ്റ് ക്രോപ്പുകളിലേക്ക് പോവാൻ എൻകറേജ് ചെയ്യാറുണ്ട്. ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ലൈക്ക് മസൂർ, ഉറാദ്, അർഹർ, മെയ്സ്, ചോളം പോലെയുള്ള കൃഷിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം മറ്റ് MSP റേറ്റിൽ, അതായത് അതിനകത്ത് MSP റേറ്റ്, മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കും, നിങ്ങൾ എല്ലാവരും പാടി മാത്രം ചെയ്യരുത്, ഈ ഒരു കൃഷിയും കൂടി ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെന്റ് എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബട്ട് എന്നിരുന്നാൽ പോലും ഈ ഗവൺമെന്റിന്റെ, കാരണം നമുക്കറിയാം പാഡി നെല്ലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വീറ്റ് ആണെന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ സ്റ്റേബിൾ ഫുഡാണ്. സോ ഈസി ആയിട്ട് ഗവൺമെന്റ് നമ്മുടെ ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ 100% ഉറപ്പാണ് ഫാമേഴ്സിന്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള മറ്റ് ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുന്ന കൃഷിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്റർ ആണ്. ഇത് ഗവൺമെന്റ് പർച്ചേസ് എന്ന് അറിയാവുന്നതുകൊണ്ട് ഫാമേഴ്സ് കൂടുതലും പാഡി അതുപോലെ തന്നെ വീറ്റ് ആണ് കൾട്ടിവേറ്റ് ചെയ്യാൻ കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഹൈ റിട്ടേൺസുകൾ ഇതിൽ ലഭിക്കും. മറ്റു കൃഷിനെക്കാട്ടും. അതുകൊണ്ട് തന്നെ ഈ ഫാമേഴ്സ് ഇറ്റ്സെൽഫ് അവർ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നത് തന്നെ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. സോ വാട്ട് വിത്ത് വേ ഫോർവേഡ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു നിയമങ്ങൾ വെച്ചിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ അവർ തന്നെ ചെയ്തിരിക്കണം. അവർ തന്നെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് സീഡിങ് ഓഫ് റൈസസുകൾ, അപ്പം ഡയറക്റ്റ് സീഡഡ് റൈസുകൾ ഉപയോഗിക്കാം. അതായത് വാട്ടർ കൂടുതലും ഗ്രൗണ്ട് വാട്ടർ ഡെപ്ലീഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് സീഡഡ് റൈസസ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പാഡി സ്റ്റൂ മാനേജ്മെന്റ്, പാഡി നമ്മൾ സ്റ്റെബിൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ക്രോപ്സുകൾ പ്രൊക്യൂർ ചെയ്യുക, അതിന് ആൾട്ടർനേറ്റീവ് ക്രോപ്സിന് ഹൈ MSP കൊടുക്കുക. സോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷന് ആര് തയ്യാറായിക്കോളും? ഈ ഫാർമേഴ്സ് തയ്യാറാവാൻ ശ്രമിക്കും. ഓക്കെ, സോ അത്രയുമാണ് നമുക്ക് ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, റോൾ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് പ്രോക്സി അഡ്വൈസറി ഫേംസ് ഇൻ ഇന്ത്യ. അപ്പം എന്താണ് പ്രോക്സി അഡ്വൈസറി ഫേംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ബേസിക്കലി ഇന്ത്യയിലേക്ക് ഒരു കമ്പനി വരുന്ന സമയത്ത് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള, കാരണം ഒരുപാട് ലീഗൽ കംപ്ലയൻസ് ആണ് ഇന്ത്യയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പൊ ആ കമ്പനീസിന് ഇവിടെയുള്ള ഇന്ത്യൻ നിയമവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഈ പ്രോക്സി അഡ്വൈസറി അല്ലെങ്കിൽ PA എന്ന് പറയുന്നത്. GS Paper 3 ഇന്ത്യൻ എക്കണോമി ആൻഡ് ഇഷ്യൂസ് റിലേറ്റഡ് ടു പ്ലാനിംഗ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സ് ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഈ പ്രോക്സി അഡ്വൈസേഴ്സിന്റെ ന്യൂസ് വരാൻ കാരണം അവര് നമ്മുടെ ITC ഹോട്ടൽസിന്റെ മെർജിങ്, അതുപോലെ തന്നെ നെസ്ലയുടെ റോയൽറ്റി പേയ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ആ റെക്കമെൻഡേഷൻ എഫക്റ്റീവ് ആയിട്ട് ആ കമ്പനിക്ക് ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോക്സി അഡ്വൈസറിയുടെ ഒരു നെയിം നമ്മുടെ ന്യൂസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ റീസെന്റ് ആയിട്ട് JP മോർഗൻസ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ കൺസേൺസുകൾ, അതായത് ഈ പ്രോക്സി അഡ്വൈസേഴ്സ് അവരുടെ കമ്പനികളിലേക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, ഡിസിഷൻ മേക്കിങ്ങിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതാണ് പ്രോക്സി അഡ്വൈസേഴ്സ് എന്ന് നമ്മൾ ബേസിക്കലി അറിയേണ്ടത്. അപ്പൊ പ്രോക്സി അഡ്വൈസേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി, ഇന്ത്യയിലേക്ക് ഒരു കമ്പനി വരുന്നു, ആ കമ്പനി വരുന്ന സമയത്ത് ആ കമ്പനിക്ക് ആവശ്യമാണ്, കാരണം ഇന്ത്യയിലെ ലീഗൽ കംപ്ലയൻസുകൾ ഇഷ്ടംപോലെ ഉണ്ട്, ആ ലീഗൽ കംപ്ലയൻസ് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇരുന്നു കൊണ്ട് കമ്പനിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. പല കമ്പനികളും നിങ്ങൾ മെർജ് ചെയ്യുന്ന കാണാറുണ്ട്, അതുപോലെ പല കമ്പനികളും ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്, അവരുടെ ഷെയർ വിൽക്കുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ കമ്പനി മാനേജ്മെന്റിന് പറഞ്ഞു കൊടുക്കുന്നത് പ്രോക്സി അഡ്വൈസേഴ്സ് ആണ്. അപ്പൊ ഈ അഡ്വൈസേഴ്സ് അവർ ഒരുപാട് ട്രാക്ക് റെക്കോർഡ്സുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എനിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നിലവിലുള്ള പ്രോക്സി അഡ്വൈസേഴ്സിന് ഒരുപാട് ഇഷ്യൂസുകൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്രോക്സി അഡ്വൈസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻഫോർമഡ് ഡിസിഷൻസ് കൊടുക്കാനുള്ള ഒരു വിഭാഗമാണ്. ഇൻഫോർമഡ് ഡിസിഷൻസ് എന്ന് പറയും. അപ്പം എന്ത് നിങ്ങൾ ചെയ്യണം, എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ് പ്രോക്സി അഡ്വൈസേഴ്സ്. അപ്പൊ പലതരത്തിൽ ഇവർ ക്രിറ്റിസിസം നേരിടാറുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് അവരുടെ ഫ്ലോഡ് സ്ട്രക്ചർ. ഇപ്പൊ പ്രോക്സി അഡ്വൈസേഴ്സ് പറയുന്നത് പലപ്പോഴും ശരിയായിരിക്കില്ല. അപ്പൊ റീസെന്റ് ആയിട്ട് ITC ഹോട്ടൽസിന്റെ മെർജിങ് കാര്യങ്ങളൊക്കെ പ്രോക്സി അഡ്വൈസേഴ്സ് പറഞ്ഞ പോലെയായിരുന്നു ചെയ്തത്, ബട്ട് അതൊന്നും എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പം ബേസിക്കലി പറഞ്ഞിട്ടുള്ളത് ഈ ഇൻഫോർമഡ് ആയിട്ടുള്ള ഡിസിഷൻസുകൾ നൽകാൻ ശ്രമിക്കാം. നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോഡ് സ്ട്രക്ചറുകൾ കുറക്കാൻ. ഇവർ ഇറക്കുന്ന സ്ട്രക്ചേഴ്സുകളൊക്കെ, അതായത് പ്രോക്സി അഡ്വൈസേഴ്സ് ഇറക്കുന്നത് ഫ്ലോഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ എങ്ങനെയാണ് ഒരു ഇൽനെസ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്? അപ്പൊ ഡോക്ടർ ഒരു ഇൽനെസ്സിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയും, ഡയഗ്നോസ് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? നിങ്ങൾ ഈ രീതിയിൽ ചെയ്യണം, നിങ്ങൾക്ക് വ്യായാമം ചെയ്യണം, നിങ്ങൾ ഷുഗർ ഉപയോഗിക്കരുത്. സോ അതേപോലെ തന്നെയാണ്. അപ്പം അവിടെ പേഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. കമ്പനിയോട് പറയും പ്രോക്സി അഡ്വൈസേഴ്സ്. പ്രോക്സി അഡ്വൈസ് ആരാണ്? ഡോക്ടറാണ്. അപ്പൊ പറയും നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. കാരണം ഇതൊക്കെ എന്തിനാണ്? നിങ്ങളുടെ സ്വന്തം ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ഹെൽത്തിനും അതുപോലെ തന്നെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. ഇവൻ തോ അവര് മാനേജ്മെന്റ് ഡിസിഷനിലാണെങ്കിൽ അത് സപ്പോർട്ടീവ് ആയിട്ട് വരാറുണ്ട്. ഒരു ഗുഡ് ഗവേണൻസ്, കാരണം ഗവേണൻസ് പാരാമീറ്റേഴ്സ് അവർക്ക് അറിയില്ല. ഇന്ത്യയിലെ ഗവേണൻസ് പാരാമീറ്റേഴ്സ്. അപ്പൊ അതിനെ അലൈൻ ചെയ്ത് അവിടെ കമ്പനികളെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് മാനേജ്മെന്റ് ഡിസിഷനിലാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഇടപെടാറുണ്ട്. ഓക്കെ. നോക്കാം വാട്ട് ആർ ദ സം ലിമിറ്റേഷൻസ് ഓഫ് പ്രോക്സി അഡ്വൈസേഴ്സ്. അപ്പം എന്നിരുന്നാൽ പോലും അവർ കുറച്ച് ലിമിറ്റേഷൻ. ഒന്നാമത്തെ കാര്യം, അവർ എക്സ്പെർട്ടൈസ് അല്ല. അവർ വളരെ വലിയ എക്സ്പെർട്ടൈസ് അല്ല. ഇവൻ തോ ഒരു ഈ ഗവേണൻസ് ഇൻഫർമേഷൻസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു കമ്പനിക്ക് എന്താണ് ബെസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഒരു ടയർ കമ്പനി, ഒരു പ്ലാസ്റ്റിക് കമ്പനി, അല്ലെങ്കിൽ ഒരു ചെരുപ്പ് കമ്പനി, അങ്ങനെ പല ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബിസിനസ്സുകളാണ് ഇന്ത്യയിൽ നടക്കാറുള്ളത്. അപ്പൊ ഇതിൽ ഓരോന്നിനും ഓരോ മെത്തേഡുകളാണ് യൂസ് ചെയ്യേണ്ടത്. ബട്ട് ഈ പി എന്ന് പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ ബിസിനസ്സുകളെ റൺ ചെയ്യിക്കാനുള്ള അഡ്വൈസേഴ്സ് ആണ്, പ്രോക്സി അഡ്വൈസേഴ്സ് എന്നുള്ളത്. അപ്പൊ ഇവർ ആ കമ്പനിയുടെ എന്താണ് കമ്പനിക്ക് ബെസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ എക്സ്പെർട്ടൈസ് അല്ല അവർ. നെക്സ്റ്റ് തിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഒരുപാട് കമ്പനീസിനെ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയെ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ പറ്റുന്ന ട്രാക്കുകൾ അവർക്ക് മേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിന്റെ സ്ട്രാറ്റജീസ് അറിഞ്ഞിരിക്കണം. അത് അവർക്ക് ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. തേർഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോക്സി അഡ്വൈസേഴ്സിന്റെ മീറ്റിങ്ങുകളും കാര്യങ്ങളും എക്സ്പ്ലോഷൻസ്, അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ പലപ്പോഴും നെഗറ്റീവ് റെക്കമെൻഡേഷൻസ് ആണ് ഉണ്ടാക്കാറുള്ളത്. ഒരു മീറ്റിംഗിലേക്ക് അവരെ വിളിക്കുന്നു, ഒരു മാനേജ്മെന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗിൽ വിളിക്കുന്നു. അപ്പൊ പല കാര്യങ്ങളിലാണെങ്കിലും അവർ നെഗറ്റീവ് റെക്കമെൻഡേഷൻസ് ആണ് അവർ നടത്താറുള്ളത്. ഫോർത്ത് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാല്, സോ അവരുടെ നിയമത്തിന്, അതായത് നമുക്ക് ഒരു ഗുഡ് ഗവേണൻസ്, അതായത് ഗവൺമെന്റിന് ഒരു നിയമമുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട് അല്ലെ, അതാണ് ഗവേണൻസ് അല്ലെങ്കിൽ ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു കമ്പനി വരുന്ന സമയത്ത് പലപ്പോഴും ഇതുമായിട്ട് കംപ്ലയൻസ് ആവാം. ഓക്കെ. അപ്പം ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ നിയമ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ബട്ട് പലപ്പോഴും ഒരു ഫോറിൻ കമ്പനിക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥകൾ അറിയാൻ പറ്റില്ല. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വരുന്നത്? ഈ പ്രോക്സി അഡ്വൈസേഴ്സ് വരുന്നത്. പക്ഷേ പ്രോക്സി അഡ്വൈസേഴ്സ് ആണെങ്കിലും ഗവൺമെന്റിന്റെ പല നിയമങ്ങളും ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ കമ്പനി ഈ പ്രോക്സി അഡ്വൈസേഴ്സ് പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. ബട്ട് അത് നിയമം അതായിരിക്കില്ല എക്സാക്ട്ലി. നിയമം വന്നിട്ട് പറയും നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ്. അപ്പൊ പ്രോക്സി അഡ്വൈസേഴ്സ് നിയമങ്ങളെ ലോ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് മറ്റു രീതിയിലായതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റുകൾ, ദാറ്റ് മീൻസ് കമ്പനിയും ഗവൺമെന്റ് തമ്മിൽ പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാനും ഇവർ തന്നെയാണ് കാരണമാകുന്നത്. ആൻഡ് ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് റീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവരൊരിക്കലും ഒരു വാല്യൂ റിപ്പോർട്ടുകൾ, അതായത് ഒരു കമ്പനിയുടെ വാല്യുവേഷൻ റിപ്പോർട്ടിൽ ഇവർ സാറ്റിസ്ഫൈഡ് അല്ല. അതായത് കമ്പനിയുടെ വാല്യുവേഷൻ റിപ്പോർട്ട് നടത്തിയിട്ട് കമ്പനി ഗ്രോത്തിലേക്ക് പോകുന്നില്ല, നഷ്ടത്തിലേക്കാണെന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കില്ല. അവരെന്ത് ചെയ്യും? ആ പ്രോക്സി അഡ്വൈസേഴ്സ് അവരുടേതായ രീതിയിൽ ഒരു വാല്യുവേഷൻ സംഘടിപ്പിക്കും. ഓക്കെ. അതായത് അവരുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അവർ പരിപാടികൾ, ദാറ്റ് മീൻസ് അവർ പ്രോഗ്രാംസുകൾ മുന്നോട്ടേക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും പല കമ്പനീസും ഈ ഒരു പ്രോക്സി അഡ്വൈസേഴ്സിന്റെ അസസ്മെന്റുകൾ അഗ്രി ചെയ്യാറില്ല. കാരണം പ്രോക്സി അഡ്വൈസേഴ്സിന്റെ അഗ്രിമെന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അസസ്മെന്റ് നടത്തുന്നത്. അപ്പൊ എസ്പെഷ്യലി ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് ICICI ബാങ്ക്, അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിലൊക്കെ ഇവരാണ് ഇവാലുവേഷൻ നടത്തിയത്. അതായത് കമ്പനിയുടെ ഇവാലുവേഷൻ അവർ അക്സെപ്റ്റ് ചെയ്തില്ല, അവരുടെ തന്നെ ഇവാലുവേഷൻ നടത്തിയിട്ടാണ് അവർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സോ വാട്ട് ഷുഡ് ബി ദ വേ ഫോർവേഡ്? വേ ഫോർവേഡ് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഡീക്കേഡ് ലോങ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് നമ്മുടെ ഈ ഒരു പ്രോക്സി അഡ്വൈസേഴ്സ് എന്ന് ബേസിക്കലി പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഇൻഡിപെൻഡൻസ്, കമ്പനിയുടെ ഇൻഡിപെൻഡൻസ് എൻഷുർ ചെയ്യുക. റൈറ്റ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ടോ, പ്രോക്സി അഡ്വൈസേഴ്സ് റൈറ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളൂ. ഓക്കെ. ഒരു ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനിക്ക് ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലോ ഡിസിഷൻ മേക്കിങ്ങിലോ പ്രോക്സി അഡ്വൈസേഴ്സ് എൻ്റർ ചെയ്യുന്നതിൽ നിന്ന്, കാരണം ഇവരൊരു അഡ്വൈസറി ബോർഡാണ് ആക്ച്വലി. അപ്പൊ അഡ്വൈസറി ബോർഡിൽ നിന്ന് ഒരുപാട് കാലഘട്ടത്തിന് ശേഷം അവർ അഡ്വൈസറി ബോർഡിൽ നിന്ന് മാറിയിട്ട് ഒരു കമ്പനിയുടെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയിലേക്ക് അവർ എത്തേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. സോ അഡ്വൈസറി ബോർഡാണെന്നുള്ള കാര്യം അവരെ വീണ്ടും ഓർപ്പിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് ആസ് എ വേ ഫോർവേഡ് നമുക്ക് പറയാനുണ്ട്. മൂവിംഗ് ഓൺ ടു പ്രിലിംസ് ബേസ്ഡ് ആർട്ടിക്കിൾ. ഫസ്റ്റ് ആർട്ടിക്കിൾ ബ്ലേസ് സ്റ്റാർ. അപ്പൊ ബ്ലേസ് സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജിഫിൽ കാണുന്ന പോലെ തന്നെ
ഒരു വയലന്റ് എക്സ്പ്ലോഷൻ ആണ്. അപ്പൊ റീസെന്റ് ആയിട്ട് ഈ സ്റ്റാർ ഒരു ഡിം സ്റ്റാർ ലൊക്കേറ്റഡ് 300 ലൈറ്റ് ഇയേഴ്സ്, ഒരു 3000 ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ളതാണ് ഈ ഒരു ബ്ലേസ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന കൊറോണ ബോറിലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറിന്റെ കോൺസ്റ്റലേഷൻ, മീൻസ് അല്ലെങ്കിൽ നോർത്തേൺ ക്രൗൺ എന്നുള്ള സ്റ്റാറിന്റെ കോൺസ്റ്റലേഷനിലാണ്, നക്ഷത്ര സമൂഹത്തിലാണ് ഈ ഒരു ബ്ലേസ് സ്റ്റാർ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ബ്ലേസ് സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീസെന്റ് ആയിട്ട് ഒരു റെക്കറന്റ് നോവ എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ബ്ലേസ് സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് റെക്കറന്റ് നോവ. അപ്പം റിക്കറന്റ് നോവ എക്സ്പ്ലോഷൻ, സൂപ്പർനോവ എക്സ്പ്ലോഷൻ നിങ്ങൾക്ക് അറിയാം, ഒരു സ്റ്റാറിന്റെ വാലന്റീവ് ആയിട്ടുള്ള പൊട്ടിത്തെറിയാണ് നമ്മൾ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ബ്ലേസ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു റിക്കറന്റ് ആയിട്ടുള്ള നോവ എക്സ്പ്ലോഷൻ ആണ് ഈ ഒരു ബ്ലേസ് സ്റ്റാറിന്റെ എക്സാമ്പിൾ. അപ്പൊ റിക്കറന്റ് ആണ്, വീണ്ടും 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 ഇത് എന്ത് ചെയ്യും, ബ്രൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ദാറ്റ് മീൻസ് ഓരോ 80 വർഷത്തിനിടയിലും ഈ ഒരു സ്റ്റാർ ബ്രൈറ്റ് ആയിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് സ്റ്റെല്ലാർ കമ്പോണൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈനറി സ്റ്റാർ സിസ്റ്റത്തിനകത്ത് അടങ്ങിയിട്ടുള്ള, അപ്പം ഒരു ബ്ലേസ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു നോവ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നോവ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബൈനറി സ്റ്റാർ സിസ്റ്റത്തിന്റെ അകത്ത് ഒരു വൈറ്റ് ഡ്വാർഫും അതുപോലെ തന്നെ ഒരു റെഡ് ജയന്റും ഇത് രണ്ടും കൂടിയുള്ളതിനാണ് നമ്മൾ ബൈനറി സിസ്റ്റത്തിലെ നോവ എന്ന് പറയുന്നത്. അപ്പം വൈറ്റ് ഡ്വാർഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാറിന്റെ ഒരു പ്രോഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സ്റ്റാർ ആയിട്ടും അതുപോലെ തന്നെ ലാർജ് സ്റ്റാർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സ്മോൾ സ്റ്റാർ പിന്നെ ലാസ്റ്റ് എൻഡിങ് സ്റ്റേജിൽ വരുന്ന സമയത്ത് വൈറ്റ് ഡ്വാർഫായി മാറും. നമ്മുടെ ലാർജ് സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എൻഡിങ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് അത് ബ്ലാക്ക് ഹോൾസുകളായിട്ട് മാറാറാണ് പതിവ്. ഓക്കെ, സോ ഇവിടെ വൈറ്റ് ഡ്വാർഫ് എന്ന് പറഞ്ഞിട്ടുള്ളതും റെഡ് ജയന്റും അടങ്ങിയിട്ടുള്ളതാണ് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ നമ്മുടെ ബൈനറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ആക്ച്വലി നടക്കുന്നത് ഈ വൈറ്റ് ഡ്വാർഫ് മെറ്റീരിയൽസ് റെഡ് ജയന്റിൽ നിന്ന് മെറ്റീരിയൽസ് ഡ്രോ ചെയ്യും. വൈറ്റ് ഡ്വാർഫ് എന്ന് വെച്ചാൽ എൻഡിങ് സ്റ്റേജ് ആണ്, കാരണം അതിന് ഫ്യൂലൊന്നും ഇല്ല അവിടെ കത്താൻ വേണ്ടിയിട്ട്. സോ ഒരു എൻഡിങ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. റെഡ് ജയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുവത്വത്തിലിരിക്കുന്ന നല്ല എനർജിയുള്ള ആൾക്കാരാണ്, ഫ്യൂൽ നല്ല രീതിയിൽ ഫ്യൂൽ ഉള്ളതാണ് റെഡ് ജയന്റ്. അപ്പം ആ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ വൈറ്റ് ഡ്വാർഫ് കൂടുതൽ മെറ്റീരിയൽസ് ഇവിടുത്തെ ഡ്രോ ചെയ്യും. ഓക്കെ, അതായത് ഇപ്പൊ ഹീലിയം ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹീലിയത്തിന് വൈറ്റ് ഡ്വാർഫ് അട്രാക്ട് ചെയ്തുകൊണ്ട് ഒരു ഫിഷൻ ട്രിഗർ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാവുന്ന ഈ ഫിഗറിൽ കാണുന്ന പോലെയുള്ള ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഡ്വാർഫ് ഡ്രോ മെറ്റീരിയൽ ഫ്രം ദ റെഡ് ജയന്റ് ലീഡിംഗ് ടു പീരിയോഡിക് എക്സ്പ്ലോസീവ് ഇൻക്രീസ് ഇൻ ദ ബ്രൈറ്റ്നസ്. അപ്പൊ സൂപ്പർനോവ എക്സ്പ്ലോഷൻ ആക്ച്വലി ഇതുപോലെ തന്നെയാണ്. അപ്പൊ സൂപ്പർനോവ എക്സ്പ്ലോഷന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോൾസ് എന്ന് വെച്ചാൽ ഹൈലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ഒന്നാണ് ബ്ലാക്ക് ഹോൾസ്, അല്ലെ? അപ്പൊ ഈ ഒരു ബ്ലാക്ക് ഹോൾസിന്റെ ഹൈലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ തൊട്ടടുത്തുള്ള ഒരു യങ്ങർ ആയിട്ടില്ല റെഡ് ജയന്റ് ഒക്കെ പോകണം. കാരണം ഏകദേശം ഈ സ്റ്റാറിന് ഒരു 1000മോ 2000മോ വർഷമോ ജീവിക്കേണ്ട ഒരു ഫ്യൂവലുമായിട്ടായിരിക്കും ആ ഒരു സ്റ്റാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു യങ് ആയിട്ട് റെഡ് ജയന്റ് എന്ന് കരുതാം. പക്ഷെ ബ്ലാക്ക് ഹോൾസിന്റെ ഈ ഹൈലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഈ റെഡ് ജയന്റിനെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യും. തൊട്ടടുത്തൂടെ റെഡ് ജയന്റ് പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യും. അപ്പം ഈ 2000 വർഷം കത്തേണ്ടിരിക്കുന്ന ഈ ഒരു ഫ്യൂവലിനെ പെട്ടെന്ന് ഒരു സിമ്പിൾ ഇത് കാർബണായി മാറി, കാർബണായി മാറി. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഒരു തെർമൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ, ന്യൂക്ലിയർ ഫിഷൻ അവിടെ ട്രിഗർ ചെയ്തിട്ട് ഒറ്റയടിക്ക് ഒരു സിംഗിൾ ഒരു 3-4 സെക്കൻഡ് ഇത് മൊത്തത്തിൽ ഒരുമിച്ച് കത്തിച്ചെളിയും. എന്നാലും 1000-2000 വർഷം റണ്ണ് ചെയ്യേണ്ട ഫ്യൂൽ കൊണ്ട് നടക്കുന്ന റെഡ് ജയന്റിനെ ഒറ്റയടിക്ക് കത്തിച്ചളയുന്നത്. അപ്പൊ വാലന്റീവ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻ അവിടെ നടക്കും. അതാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ ആക്ച്വലി പറയുന്നത്. അപ്പൊ അത് ആ സൂപ്പർനോവ എക്സ്പ്ലോഷൻ കഴിഞ്ഞാൽ റെഡ് ജയന്റ് നശിച്ചു, അതുപോലെ തന്നെ സൂപ്പർനോവ നശിച്ചു. പിന്നീട് കുറച്ച് സ്റ്റെല്ലർ കമ്പോണൻസ് മാത്രമേ ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് വീണ്ടും ഒരു നെബുല ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർ ഫോം ചെയ്ത് പോകും. അതായത് ഒരു സ്റ്റാറിന്റെ ഡെത്തും അതുപോലെ തന്നെ ഒരു സ്റ്റാറിന്റെ ജനനത്തിനും കാരണമാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നത് ഇത് ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ റെഡ് ജയന്റിൽ നിന്ന് മെറ്റീരിയൽസ്, അതായത് ഈ ഫ്യൂവൽ വൈറ്റ് ഡ്വാർഫ് ഡ്രോ ചെയ്തിട്ട്, കാരണം വൈറ്റ് ഡ്വാർഫ് അത്ര വലിയ സൂപ്പർനോവ പോലെയുള്ള ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ല. സ്മോൾ സ്റ്റാർ എൻഡ് ചെയ്യുന്ന കണ്ടീഷനാണ് വൈറ്റ് ഡ്വാർഫ്. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഡ്വാർഫ് എന്ത് സംഭവിക്കും, റെഡ് ജയന്റിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫ്യൂവൽ എടുത്തിട്ട് ചുമ്മാ ഇടയ്ക്ക് കത്തിയിട്ട് അങ്ങോട്ട് പോകും. ചിലപ്പോൾ ചില സമയത്തൊന്ന് ബ്രൈറ്റ് ആയിട്ട്, അതാണ് ഈ ഓരോ 80 ഇയേഴ്സിന്റെ ഇടയിലും ഒന്ന് ജസ്റ്റ് ബ്രൈറ്റ് ആവുന്ന കണ്ടീഷൻ പറഞ്ഞത്. So an explosion occurs when the red giant surface temperature escalates dramatically, causing it shed materials onto white dwarf. അപ്പോൾ റെഡ് ജയന്റിന്റെ ടെമ്പറേച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ എക്സ്കലേറ്റ് ചെയ്ത് എവിടെ കൊടുക്കും, വൈറ്റ് ഡ്വാർഫിലേക്ക് കൊടുക്കും, വിച്ച് ദെൻ ഇഗ്നൈറ്റ്സ് എ തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. അപ്പോൾ വൈറ്റ് ഡ്വാർഫിനകത്ത് തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി ബ്ലേസ് സ്റ്റാർ അല്ലെങ്കിൽ ഈ
റെക്കറന്റ് നോവ എന്ന് പറയുന്നത്. അപ്പൊ റെക്കറന്റ് നോവ എന്താണ്, അതുപോലെ സൂപ്പർ നോവ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ അപ്കമിങ് എക്സ്പ്ലോഷൻ നാസ പ്രെഡിക്റ്റ് ചെയ്തത് ഈ ഇന്ന് മുതൽ സെപ്റ്റംബർ 2024 വരെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ നോർത്തേൺ സ്റ്റാർ, അതായത് പോളറൈസിന്റെ അടുത്തായിട്ട് ഒരു ബ്രൈറ്റ് ഇവന്റ്, നമുക്ക് ഇതുപോലുള്ള ബ്രൈറ്റ് ഇവന്റ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്കമിങ് ആയിട്ടുള്ള ഇനി എക്സ്പ്ലോഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ എറപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള TCRB പോലെയുള്ള സ്റ്റാറിന്റെ അടുത്തൊക്കെ ഇത്തരത്തിൽ റിക്കറന്റ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫ്രീക്വൻസി, ഇമ്പാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ജസ്റ്റ് ഇതിന് ബ്ലേസ് സ്റ്റാർ എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫ്രീക്വന്റ് റിക്കറന്റ് നോവ എന്നുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് അറിഞ്ഞാണ്. ഇപ്പൊ TCRB എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ നോട്ടബിൾ ആയിട്ടുള്ള എറപ്ഷൻസുകളാണ്. അതൊരു സ്റ്റാറുകളാണ്, സ്റ്റാറുകളുടെ പേരാണ്. 1787-ലും 1217-ലൊക്കെ ഇത്തരത്തിലുള്ള ഒബ്സർവേഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്റ്റാറിന്റെ. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രീക്വൻസി TCRB എന്ന് വെച്ചാൽ ഒക്യുർ വൺസ് എവറി ഫ്യൂ ഡീക്കേഡ്സ് ടു സെഞ്ചുറി. TCRB എന്ന് വെച്ചിട്ടുള്ള ഇതുപോലെ തന്നെയുള്ള സ്റ്റാർ ആണ്. ഇപ്പൊ സൂപ്പർനോവ ആക്ടിവിറ്റി ആണ് അവിടെ നടക്കുന്നത്. അത് വൺസ് ഇൻ എവറി ഡീക്കേഡ്, ഓരോ 10 വർഷം കഴിഞ്ഞ സമയത്ത് മതി എന്താണ് ഇത്തരത്തിലൊന്ന് ബ്രൈറ്റ് ആയിട്ട് പോവാറുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Unlike supernova, nova do not destroy the star system but allow to reset and repeat the cycle. അപ്പം നോവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു നോട്ട് ഡിസ്ട്രോയ് ദ സ്റ്റാർ സിസ്റ്റം. ദാറ്റ് മീൻസ് അൺലൈക്ക് സൂപ്പർനോവ. ഇവിടെ നോക്കൂ, അൺലൈക്ക് സൂപ്പർനോവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർ സിസ്റ്റത്തിനകത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. ബട്ട് നോവ എന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാർ സിസ്റ്റത്തിനെ കൊല്ലുകയല്ല ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് ആവശ്യമായിട്ടുള്ള എനർജി എടുത്ത് അത്യാവശ്യം മുന്നോട്ട് പോകുന്നത് മാത്രമാണ്. നെക്സ്റ്റ് ടോപ്പിക് ആൻഡ് ഫൈനൽ ടോപ്പിക് മൗണ്ട് കാൻലോൺ ആണ്. UPSC സിലബസ് വേൾഡ് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. മൗണ്ട് കാൻലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോൾക്കാനിക് കാൻലോൺ ആണ്. നമ്മുടെ നോർത്തേൺ സെൻട്രൽ പാർട്ട് ഓഫ് നീഗ്രോസ് ഐലൻഡ്സ്, ഫിലിപ്പീൻസിലുള്ള പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ ഭാഗമായിട്ടുള്ള ഒരു, ഫിലിപ്പീൻസിന് അടുപ്പിച്ച് ഒരുപാട് ഐലൻഡുകളുണ്ട്. ആ ഐലൻഡിലുള്ള ഒരു സ്ട്രാറ്റോ വോൾക്കാനുമാണ് ഒരു മൗണ്ട് കാൻലോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം നമ്മുടെ വേൾഡിലെ ഐലൻഡ് ഗ്രൂപ്പുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 42nd ടോളസ്റ്റ് പീക്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മൗണ്ട് കാൻലോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു വോൾക്കാനോ ആണ്. അപ്പം കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ആക്റ്റീവ് വോൾക്കാൻ, ഇതാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ. പസഫിക് റിംഗ് ഓഫ് ഫയറിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വോൾക്കാനോയിൽ പെടുന്നതാണ് മൗണ്ട് കാൻലോൺ എന്നുള്ളത്. സെവറൽ പൈറോക്ലാസ്റ്റിക് കോൺസ് ആൻഡ് ക്രാറ്റേഴ്സ്. പൈറോക്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഷസുകളും കാര്യങ്ങളൊക്കെ സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു വോൾക്കാനോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു ജിയോളജിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്മിറ്റ് ഓഫ് കൺനോൺ ഫീച്ചേഴ്സ് ബ്രോഡ് എലോങ്ങേറ്റഡ് കാൽഡ്ര വിത്ത് ക്രേറ്റർ. കാൽഡ്ര വിത്ത് ക്രേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇതാണ് ക്രേറ്റർ. ഈ ക്രേറ്ററിന്റെ അകത്ത് മഴയൊക്കെ പെയ്ത് വെള്ളം എടുത്തെങ്കിൽ ഇതിനെ കാൽഡ്ര എന്ന് പറയും. ദാറ്റ് ലേക്കായി മാറും. നമുക്കറിയാം, ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്ന സമയത്ത് ഏകദേശം ഇതാണ് എക്സ്പ്ലോഷൻ. ദാറ്റ് മീൻസ് ലാവ അറ്റ്മോസ്ഫിയറിന് മുകളിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് ഇപ്പം കുറെ കാലത്തിന് ശേഷം ഡൈക്കിന്റെ കണക്ഷൻ കട്ടായി കഴിഞ്ഞാൽ ലാവ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിവിടെ സോൾഡിഫൈ ചെയ്യും. എന്താണ്, ഇവിടെ ഒരു പാത്രത്തിനെ പോലെ ആക്ട് ആയി മാറും. ഇതിനകത്ത് മഴ പെയ്യുന്ന സമയത്ത് മറ്റേതിന്റെ ആക്ടിവിറ്റിയിൽ വെള്ളം നിറയും. സോ ഇതിനെ ബേസിക്കലി വെള്ളം എന്നില്ലെങ്കിൽ ഇതിനെ ക്രേറ്റർ എന്ന് പറയും. അപ്പം ഇതിനകത്ത് അത്യാവശ്യം മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ നിറഞ്ഞൊരു ലേക്കായി മാറുന്നതിന് നമ്മൾ കാൽഡ്ര എന്ന് പറയും. റീസെന്റ് ഗുജറാത്തിലൊക്കെ ഒരു കാൽഡ്ര ലേക്ക് എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പം ഇതൊരു ശരിക്കും പറഞ്ഞാൽ മൗണ്ട് കാൻലോൺ എന്ന് വെച്ചാൽ കാൽഡ്ര ലേക്കാണ്. It's made up of tropical volcanic material including sheeted lavas, lahar deposit, air tephra, apparent pyroclastic. അപ്പം അതിന്റെ കമ്പോസിറ്റുകൾ മാത്രം പറഞ്ഞിട്ടുള്ള അത്ര ഇമ്പോർട്ടൻ്റ് ആയി നോക്കണ്ട. മൗണ്ട് കാൻലോൺ ഈസ് ഹോം ഫോർ വൈഡ് വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ. അതുപോലെ തന്നെ ഈ ഒരു മൗണ്ട് കാൻലോൺ പലതരത്തിലുള്ള കാച്ച്മെന്റ്, ഹെഡ് വാട്ടർ കാച്ച്മെന്റ്സിന് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് കാച്ച്മെന്റ്? ഒരു റിവറിന്റെ കാച്ച്മെന്റ് എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പം നമ്മുടെ നാട്ടിലൂടെ ഒഴുകുന്ന നദി, ഇപ്പൊ ആലുവ പുഴ എടുത്ത് നോക്കുകയാണെങ്കിൽ ആലുവ പുഴയുടെ കാച്ച്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി മലനിരകളാണ് കാച്ച്മെന്റ്. അപ്പം ആ ഒരു നദിയിലേക്ക് എവിടെ നിന്നാണ് വെള്ളം വരുന്നത് അതിനാണ് നമ്മൾ കാച്ച്മെന്റ് ഏരിയ എന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു നീഗ്രോസ് ഐലൻഡിലുള്ള 2 മേജർ റിവർ സിസ്റ്റത്തിനകത്തുള്ള വെള്ളമൊക്കെ നൽകുന്നത് ഇവിടെയുള്ള ഈ കാച്ച്മെന്റ് ഏരിയ ആണ്. ഈ ഒരു മലയുടെ മലഞ്ചെരുവുകളാണ്, അവിടെ നിന്നാണ് വെള്ളം മാക്സിമം ഈ ഒരു വാട്ടറിലേക്ക്, ഹെഡ് വാട്ടേഴ്സ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ സ്ലോപ്പുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് സെർവ് ആസ് എ ഹെഡ് വാട്ടർ ഓഫ് ദ കാച്ച്മെന്റ്സ്. സോ ദെൻ ദ എറപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാൻലോൺ ഹാസ് എറപ്റ്റഡ് സെവറൽ ടൈംസ്. 1956 ശേഷം പലതരത്തിലുള്ള എക്സ്പ്ലോഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ദിസ് എറപ്ഷൻ ടൈപ്പിക്കലി ഇൻവോൾവ് ഫ്രാറ്റിക് എക്സ്പ്ലോഷൻ, സ്മോൾ ടു മോഡറേറ്റ് സൈസ്, പ്രൊഡ്യൂസിംഗ് മൈനർ ആഷ്ഫാൾട്ട് നിയർ ദ വോൾക്കാനോ. അപ്പൊ എന്താണ് ഫ്രിയാറ്റിക് എക്സ്പ്ലോഷൻ വെച്ചാൽ? സാധാ വോൾക്കാനിക് എറപ്ഷൻ നിങ്ങൾ എന്താണ് കാണുന്നത്? ലാവ എക്സ്പ്ലോഡ് ചെയ്തല്ലേ, കത്തിച്ചൊലിക്കുന്ന ലാവ മാഗ്മൊക്കെ പുറത്തേക്ക് തെറിക്കുന്ന കാണാം. പഠനം ഫ്രിയാറ്റിക് എക്സ്പ്ലോഷൻ വെച്ചാൽ ബേസിക്കലി വാട്ടർ ആണ് എക്സ്പ്ലോഡ് ചെയ്ത് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് വാട്ടർ എക്സ്പ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ഫ്രിയാറ്റിക് എറപ്ഷൻ എന്ന് പറയുന്നത്?
Phreatic eruption is a steam-driven explosion. Steam-driven explosion that occurs when the water beneath the ground or on the surface heated by volcanic activity. അപ്പോൾ സർവീസ് ഇതാണ് നമ്മുടെ ഒരു മലനിരകൾ എന്ന് കരുതുക. സോ ഇവിടെ അസ്ട്രോസ്ഫിയറിലുണ്ട്, ഇവിടെയാണ് ലാവ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്. ലാവയുടെ ചൂട് കൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഒരു വാട്ടർ ചൂടാവുകയും സ്റ്റീം ജനറേറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക് ഇതുവഴി ഇങ്ങനെ കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ വാട്ടർ മുകളിലേക്ക് തിളച്ച് മുകളിലേക്ക് വന്നിട്ട് അവിടെ എക്സ്പ്ലോഷൻ നടത്തും. അവിടെ സാധാ ഒരു ലാവ പൊട്ടിത്തെറിക്കുക, ലാവ എക്സ്പ്ലോഷൻ നടക്കുന്നതിന് ഭാഗമായിട്ട് എന്താണ് നടക്കുന്നത്? ഇവിടെ ഈ ഒരു വാട്ടർ ആയിരിക്കും ഭയങ്കര എജക്റ്റില്, ഈ ഒരു സ്റ്റീമിനെ എജക്ട് ചെയ്തുകൊണ്ടിരിക്കും ഭയങ്കര ശക്തിയിൽ, ഫോഴ്സിൽ. സോ ഇതിനാണ് നമ്മൾ ഫ്രിയാറ്റിക് എറപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ഹീറ്റഡ് വാട്ടർ ബിഗിൻസ് ടു ബോയിൽ or can even flash into steam, causing an explosion. Phreatic eruption can occur before, during or after more traditional volcanic eruption തൊട്ട് മുന്നെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ എങ്ങനെ വേണമെങ്കിലും നടക്കാം. ഫ്രിയാറ്റിക് എക്സ്പ്ലോഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം, ചൂടായിരിക്കുന്ന വെള്ളം പൊട്ടിത്തെറിക്കും. ഓക്കെ, ചൂടായിരിക്കുന്ന വെള്ളം പൊട്ടിത്തെറിക്കുന്നല്ല, അടിയിൽ നിന്നുള്ള വെള്ളം സ്റ്റീം നമ്മൾ എജക്ട് ചെയ്യുന്ന പോലെയാണ്. പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് കാണുന്നില്ല. അതേപോലെ കൂടുതലും ആഷസുകളോ അല്ലെങ്കിൽ ഈ പൈറോപ്ലാസ്റ്റിക് മെറ്റീരിയൽസിനേക്കാൾ കൂടുതൽ വാട്ടർ വേപ്പേഴ്സിലാണ് അന്തരീക്ഷത്തിൽ വരും. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വയലന്റ് ആയിട്ടുള്ള സ്റ്റോം കാണാൻ പറ്റും. നിങ്ങൾ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണാൻ പറ്റും. ഒരു വോൾക്കാനിക് എറപ്ഷൻ ഒക്കെ നടന്നതിന് ശേഷം ചിലപ്പോൾ ശക്തമായി മഴ പെയ്യുന്ന കാണാം. ഓക്കെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ന്യൂസുകൾ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും മഴ അതായത് ശക്തമായ ഒരു വോൾക്കാനിക് എറപ്ഷന് ശേഷം ശക്തമായ മഴ പെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ട്. ഓക്കെ, ഗീസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബേസിക്കലി ജസ്റ്റ് ഈ വോൾക്കാനിക് എറപ്ഷനിൽ അണ്ടർ വാട്ടർ മാഗ്മയുടെ ചൂട് കൊണ്ട് അത് അണ്ടർ വാട്ടർ ഗ്രൗണ്ട് വാട്ടറിൽ ചെറിയ ചൂടായിട്ട് ചെറിയ ഏരിയാസിലൂടെ വാട്ടർ ഗസൽ ചെയ്യും, പുറത്തേക്ക് എജക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഗീസേഴ്സ് എന്ന് ബേസിക്കലി പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇവിടെ ഗീസേഴ്സ് അല്ല, ഇവിടെ വളരെ വലിയ ഇറാപ്റ്റിക് ആയിട്ടുള്ള ഒരു എറപ്ഷൻ ആണ് സംഭവിക്കുന്നത്. എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു എറപ്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള സ്റ്റോംസ് നിങ്ങൾ കാണാൻ പറ്റുന്ന കാരണം ഇത്തരം ഈ ഒരു എറപ്ഷനിലൂടെ എന്ത് വരും? കൂടുതൽ വാട്ടർ വേപ്പേഴ്സ് അന്തരീക്ഷത്തിലേക്ക് വരും. ഹൈ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പേഴ്സ് ആയിരിക്കും. ഈ വാട്ടർ വേപ്പേഴ്സ് വളരെ ഹൈ ലെവലിൽ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കണ്ടൻസ് ചെയ്ത് മേഘങ്ങളായി മാറും. ബട്ട് ഈ മേഘങ്ങൾ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കില്ല അന്തരീക്ഷത്തിൽ. അങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ടൻസേഷൻ പ്രോസസ്സിലൂടെ അത് മഴയായിട്ട് പെയ്യും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വോൾക്കാനിക് എറപ്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഏരിയാസിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള മഴ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം വാട്ടേഴ്സ് പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് എത്തുകയാണ്. വാട്ടർ ഡ്രോപ്ലെറ്റിനാണല്ലോ മേഘമായി മാറുന്നത്. വയലന്റ് ആയിട്ടുള്ള സ്റ്റോംസ് ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. അപ്പം ഇതാണ് ബേസിക് ആയിട്ട്. അപ്പം ഒരു ഫ്രിയാറ്റിക് എറപ്ഷൻ എന്നുള്ള കാര്യം, മൗണ്ട് കാൻലോൺ എവിടെയാണ്? ഫിലിപ്പീൻസിലാണ്, പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഫ്രിയാറ്റിക് എറപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വാട്ടറിന്റെ ഇറപ്ഷനെയാണ്. വോൾക്കാനിക് എറപ്ഷൻ നടക്കുന്ന സമയത്ത് വാട്ടർ ഇറപ്ഷനാണ് ഫ്രിയാറ്റിക് എറപ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതുവഴി എങ്ങനെയാണ് ഒരു വയലന്റ് ആയിട്ടുള്ള സ്റ്റോംസുകൾ, ശക്തമായ മഴ പെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. നിംബസ് മേഘങ്ങളായിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ആർട്ടിക്കിൾസ് മാത്രമാണ് നമുക്ക് ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു മെയിൻ ക്വസ്റ്റ്യൻ ടൈം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഹൗ കോalition government in India have been able to effectively cover and advance significant economic reforms. Okay, contrasting with approach recent single party rule. The next question, discuss the reason behind India's consideration to import wheat and the expected effect on the domestic market. So then third question, why have environmental legislation aimed at controlling groundwater depletion rendering ineffective? What's the role of proxy advisors? What are some of the limitations of the proxy advisors? ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഇതാണ് എന്റെ കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അഡ്രസ് ചെയ്യുക. സോ നിങ്ങൾ ഇതിന് ആൻസർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു നോക്കാം. അതിനേക്കാൾ ഉപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ അഡ്രസ് ചെയ്യേണ്ടത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ഇന്ത്യസ് കൺസിഡറേഷൻ ഇമ്പോർട്ട് ഓഫ് വീറ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് എഫക്ട്സ് ഓൺ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അപ്പം എന്തിനാണ് ഇന്ത്യ വീറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നിലവിലുള്ള ഡൊമസ്റ്റിക് മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണ്, അതുപോലെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്തായിരിക്കും. ഈ 2-3 കാര്യങ്ങൾ ഇതിനകത്ത് അഡ്രസ് ചെയ്യണം. അപ്പോൾ ഓരോ ആൻസേഴ്സും ഓരോ രീതിയിൽ നിങ്ങളൊരു ബിഗ് പിക്ചർ ക്രിയേറ്റ് ചെയ്യുക. പിക്ചറിന്റെ ബേസിൽ നിങ്ങളുടെ ആൻസർ ക്രിയേറ്റ് ചെയ്ത് പോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ആർട്ടിക്കിൾസിൽ നോക്കാനുള്ളത്. സോ എനിവേ, താങ്ക് യു ഫോർ ദ ടൈം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് നോക്കി പറഞ്ഞോളൂ.